50 പതിറ്റാണ്ടുകളോളം ഇന്ത്യക്ക് വേണ്ടി പറന്ന ആകാശത്തിൻ്റെ റാണി ബോയിങ് 747 വിടവാങ്ങലാണിത്. കഴിഞ്ഞ ദിവസം മുംബൈ ടെർമിനൽ 2-ൽ നിന്നും അമേരിക്കയിലേക്ക് പറക്കാനൊരുങ്ങുമ്പോൾ വികാരഭരിതരായിരുന്നു ഈ അവസാന യാത്ര കാണാൻ വന്നവർ. ഇന്ന് വിമാനലോകം ഭരിക്കുന്ന എത്തിഹാദും എമിറേറ്റ്സും ഖത്തർ എയർവേസും ഒക്കെ ജനിക്കുന്നതിന് മുമ്പേ, അതായത് 50 വർഷം മുമ്പ്, അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനമായ 747 4 വിമാനങ്ങളായിരുന്നു ഇന്ത്യ വാങ്ങിയത്. ലോക വിമാന കമ്പനികളുടെ ഇടയിൽ സ്ഥാനം ഉറപ്പിച്ച വർഷങ്ങൾ. അന്ന് ആഴ്ചയിൽ 4 പ്രാവശ്യം ഇന്ത്യയിൽ നിന്നും ലണ്ടനിലേക്ക് സർവീസ് നടത്തിയിരുന്നു ഈ 747. വൻ കുതിച്ചുചാട്ടമായിരുന്നു അന്ന് എയർ ഇന്ത്യ നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതേ ഈ വയസ്സൻ വിമാനങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന കാരണത്താൽ അമേരിക്കയുടെ എയർ സെയിലിന് കൈമാറിയിരിക്കുന്നു. ഇനി ഇതിലെ 2 എണ്ണം കാർഗോ വിമാനങ്ങളായിട്ട് എത്തുകയും മറ്റ് 2 എണ്ണം പൊളിച്ചു കളയുകയും ചെയ്യും. 50 വർഷം മുമ്പ് ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കേണ്ടവരാണല്ലേ? ഇന്ത്യ എന്ന രാജ്യം വലിയൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നമുക്കാവശ്യം ഇന്ത്യ എന്ന രാജ്യത്തെ ലോകത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അല്ലാതെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയെ നാണം കെടുത്തുന്ന ഒരു പ്രധാനമന്ത്രിയെ അല്ല.